Hello my dear students, how are you? Welcome to my class. Today we are going to a new topic, Oliver's Journey. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് Oliver's Journey എന്ന ഒരു കൊച്ചു കഥയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. Read below an excerpt from Oliver Twist by Charles Dickens. The incident below is about the difficult times that Oliver Twist encountered in London. Oliver reached the stile at which the bypath terminated and once more gained the high road. It was 8 o'clock now. Though he was nearly 5 miles away from the town, he ran and hid behind the hedges, by turns till noon, fearing that he might be pursued and overtaken. Then he sat down to rest by the side of the milestone and began to think for the first time where he had better go and try to live. The stone by which he was seated bore in large characters an intimation that it was just 70 miles from that spot to London. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാൾസ് ഡിക്കൻസ് എന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ ഒലിവർ ട്വിസ്റ്റ് എന്ന കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അല്ലേ. ഹു റോട്ട് ഒലിവർ ട്വിസ്റ്റ്? ആരാണ് ഒലിവർ ട്വിസ്റ്റ് എഴുതിയിട്ടുള്ളത്? ചാൾസ് ഡിക്കൻസ്. അപ്പോൾ എന്താ പറയുന്നത്, ചാൾസ് ഡിക്കൻസ് എഴുതിയ ഒലിവർ ട്വിസ്റ്റിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലണ്ടനിൽ ഒലിവർ ട്വിസ്റ്റ് നേരിട്ട വ്യത്യസ്ത സമയങ്ങളെക്കുറിച്ചാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ ഒലിവർ എന്നത് ഒരു ആൺകുട്ടിയാണല്ലേ, ഒരു ബോയ് ആണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. ഒലിവർ ഇങ്ങനെ ഒരു നടപ്പാത വഴി ഇങ്ങനെ നടന്നു പോകുകയാണല്ലേ. ആ നടപ്പാത വളയുന്ന ഒരു സ്ഥലത്ത് ഒരു ചവിട്ടിപ്പടി, അതായത് ഒരു കോണിപ്പടി പോലെ ഉണ്ട്. അങ്ങനെ അവൻ അതിൽ ചവിട്ടി കയറി അവന് ഹൈ റോഡിലേക്ക് എത്തി. അപ്പം സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ടല്ലേ. അവന് പട്ടണത്തിൽ നിന്ന് ഏകദേശം 5 മൈൽസ് നടന്ന് എത്തിയിട്ടുണ്ട്. അവന് ഓരോ ബുഷസിൻ്റെ അല്ലെ ഓരോ വേലികൾക്കിടയിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരുന്നാണ് അവനിങ്ങനെ നടക്കുന്നത്. കാര്യം എന്താണ്, അവനക്കൊരു പേടി ഉണ്ടായിരുന്നില്ലേ. കാര്യം അവൻ ആരെങ്കിലും കൊണ്ടുപോകോ അതോ എന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് അവനിങ്ങനെ ഒളിച്ചിരുന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഒലിവർ അവിടെ ഒരു നാഴികക്കല്ല് കണ്ടുല്ലേ. അങ്ങനെ അവന് ആ നാഴികക്കല്ലിൻ്റെ അരികിൽ വിശ്രമിക്കാനിരുന്നു. കാര്യം എന്താണ്, അവന് ഒരുപാട് നടന്ന് ടയേർഡായിട്ടുണ്ടല്ലേ. അപ്പോഴാണ് അവന് വിശ്രമിക്കുന്നത്. എന്നിട്ട് അവന് അവിടെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ചിന്തിച്ചത്? ഞാൻ എവിടെയൊക്കെ ഇനിയിപ്പോൾ പോകുക, എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് പോയിട്ട് നല്ല ഉഷാറായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് എനിക്ക് പോകണം എന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റോണിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതിയിട്ടുള്ളത്? ഒരു വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, 70 കിലോമീറ്റർ അല്ലേ, അതായത് 70 മൈൽസ് കഴിഞ്ഞാൽ ലണ്ടനിൽ എത്തുമെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. The name awakened a new train of ideas in the boy's mind. London, the great place. Nobody, not even Mr. Bumble from the workhouse, could ever find him there. London was a huge place, and the very place for a homeless boy who must die in the street unless someone helped him. As these things passed through his thoughts, he jumped upon his feet and again started walking. He walked 4 miles more, fully realizing how much he must undergo ere he could hope to reach his place of destination. As this consideration forced itself upon him, he slackened his pace a little and meditated upon his means of getting there. അങ്ങനെ അവൻ്റെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയില്ലേ. പുതിയ ഐഡിയാസ് ഒക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് അവനിങ്ങനെ ചിന്തിക്കുകയാണ്, മിസ്റ്റർ ബംബിൾസിന് പോലും എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. കാര്യം എന്താണ്, ഞാൻ ലണ്ടനിൽ പോയാൽ മിസ്റ്റർ ബംബിൾസിന് പോലും എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ മനസ്സിൽ അവനക്ക് തോന്നുകയാണ്, എന്താണ്, ലണ്ടന് ഒരു വലിയ പ്ലേസ് ആണല്ലേ, ഒരു വലിയ നഗരമാണ്. അവിടെ ഒരു വീടില്ലാത്ത കുട്ടി പോയാൽ ആ തെരുവോരങ്ങളിൽ മരിച്ചു പോകും. കാര്യം എന്താണ്, അവനെ ഹെൽപ്പ് ചെയ്യാൻ ആരില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവനിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അവൻ്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നു പോകുകയാണല്ലേ. അങ്ങനെ അവന് ചിന്തിച്ചതിന് ശേഷം അവന് ആ നാഴികക്കല്ലിൽ നിന്ന് ചാടി എണീറ്റിട്ട് മുന്നോട്ട് തന്നെ അവന് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവന് നടന്ന് 4 മൈൽസ് കടന്നു പോയില്ലേ. അങ്ങനെ നമ്മുടെ ഒലിവർ 4 മൈൽസ് കടന്നു പോയില്ലേ. അങ്ങനെ അവന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് വീണ്ടും ചിന്തിക്കണം. എന്താ ചിന്തിക്കുന്നത്? ഇനി എത്ര നടക്കണം, എത്ര കഴിഞ്ഞാലാണ് എനിക്കിനി അങ്ങോട്ട് എത്താൻ പറ്റുക, എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റുക, ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ? അങ്ങനെ ഒരുപാട് ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോവുകയാണല്ലേ. അങ്ങനെ അവൻ്റെ നടത്തത്തിൻ്റെ വേഗത അവൻ എന്ത് ചെയ്തു, ഒന്ന് മെല്ലെ വേഗത കുറച്ചു. എന്നിട്ട് അവന് ഓരോന്നിങ്ങനെ ചിന്തിക്കാല്ലേ, അവിടെ എത്തുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ അവന് നടക്കുകയാണ്.
He had a crust of bread, a coarse shirt, and 2 pairs of stockings in his bundle. He had a penny to a gift from Soberies the undertaker after some funeral, in which he had earned more than usual in his pocket. A clean shirt, thought Oliver, is a very comfortable thing, and so are 2 pairs of darned stockings. And so is a penny, but they are small help to 65 miles walking winter time. But Oliver's thought, like those of most other people, although they were extremely ready and active to point out his difficulties, were wholly at a loss to suggest any feasible mode of surmounting them. So after a good deal of thinking to no particular purpose, he shifted his little bundle over to the other shoulder and trudged wearily on. കയ്യിൽ എന്തുണ്ടായിരുന്നു? കുറച്ച് കഴിക്കാനുള്ള ബ്രെഡ് ഉണ്ടായിരുന്നു അല്ലേ. അവന് കഴിച്ചിരുന്നത് റൊട്ടിയുടെ സൈഡിലുള്ള ഭാഗം, അതായത് ആ പുറംതൊലി മാത്രമാണ് അവന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം എന്താണ്? അവൻ്റെ കയ്യിൽ അതേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. പിന്നെ അവൻ്റെ ആ ഭാണ്ഡപ്പെട്ടിയിൽ, ആ സഞ്ചിയിൽ എന്തായിരുന്നു? ഇട്ടിട്ട് പഴകിയ ഒരു കീറി പറഞ്ഞ ഷർട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ജോഡി ഷോക്സും മാത്രമാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നില്ലേ, ആ ബണ്ടിലുണ്ടായിരുന്നത്. പിന്നെ കയ്യിലുണ്ടായിരുന്നത് എന്താണ്? കുറച്ച് നാണയങ്ങൾ മാത്രമാണ് അല്ലേ, കറൻസി, അതായത് പെന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ നാട്ടിലേക്ക് പറയുന്ന ആ ഒരു കറൻസിയുടെ പേരാണല്ലേ. ആ ഒരു നാണയത്തുണ്ട് മാത്രമാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് അല്ലേ. ഈ കറൻസി അവനക്ക് ആരാ കൊടുത്തത്? സോർബറി എന്ന ആളാണ് കൊടുത്തത് അല്ലേ. ശവങ്ങളൊക്കെ, അതായത് സംസ്കരിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ സോർബറി എന്ന് പറയുന്നത് അല്ലേ. ആ ആള് ഇതുപോലെ തന്നെ ഒരു ശവം സംസ്കരിച്ചപ്പോൾ സാധാരണ കിട്ടിയതിനേക്കാളും കൂടുതൽ ക്യാഷ് കിട്ടിയിരുന്നു. അത് അവൻ്റെ കയ്യിൽ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണെന്നാണ് പറയുന്നത്. പിന്നെ അവനിങ്ങനെ ചിന്തിക്കുകയാണ് അല്ലേ, ഒരു വൃത്തിയുള്ള ഷർട്ട് അത് വളരെയധികം ആശ്വാസമുള്ള ഒന്നാണ് അല്ലേ. ഒരു വൃത്തിയുള്ള ഷർട്ട് ഉണ്ടാകുന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ 2 ജോഡി കീറിയ, അതായത് തുന്നി തയ്പ്പിച്ച് വെച്ചിട്ടുള്ള കാലുറകൾ, അതുപോലെ തന്നെ കറൻസി, ഇതൊക്കെ അവൻ്റെ കയ്യിലുള്ളൂ. ഇതൊക്കെ കംഫർട്ടബിൾ തന്നെയാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ തന്നെ ഈ മഞ്ഞുകാലത്തെ 65 മൈൽസ് നീളമുള്ള യാത്രയിൽ വളരെയധികം കുറവാണെന്നാണ് പറയുന്നത് അല്ലേ. കാര്യം എന്താണ്? ഈ യാത്രയിൽ നീണ്ടു നിൽക്കുമോ എന്നൊന്നും ഒരു ഉറപ്പില്ല. ഓക്കെ, പക്ഷേ നമ്മുടെ ഒലിവറിൻ്റെ ചിന്തകൾ മറ്റുള്ളവരുടെ ചിന്തകൾ പോലെ തന്നെയാണ് അല്ലേ. കാര്യം എന്താണ്? പക്ഷെ അവൻ പറയാണ്, ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഇതൊക്കെ കംഫർട്ടബിൾ ആണ്, പക്ഷേ 65 മൈൽ ഇനി പോയിട്ട് വേണം ഇനി ലണ്ടനിൽ എത്താനല്ലേ, അതും ഈ തണുപ്പത്ത്. അപ്പോൾ ഇതൊക്കെ കുറവാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ നടക്കുകയാണല്ലേ. അങ്ങനെ നടന്ന് ആകെ ടയേർഡായപ്പോൾ ഈ ചിന്തകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ എന്ത് ചെയ്തു? അവൻ്റെ ഒരു ഷോൾഡറിലുണ്ടായിരുന്ന ഈ ഭാണ്ഡപ്പെട്ടിയിലെ ഈ സഞ്ചി അവന് മറ്റേ ഷോൾഡറിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് അവൻ ഇങ്ങനെ നടക്കുകയാണ്. Oliver walked 20 miles that day, and all that time he tasted nothing but the crust of dry bread and few draughts of water, which they begged at the cottage doors by the roadside. When the night came, he turned into a meadow, and creeping close under the hayrick determined to lie there till morning. He felt frightened at the first, for the wind moaned dismally over the empty field, and he was cold and hungry, and more alone than he had ever felt before. Being very tired with his walk, however, he soon fell asleep and forgot his troubles. നമ്മുടെ ഒലിവർ ഓരോ കാര്യം ചിന്തിച്ച് ഇങ്ങനെ നടക്കുകയാണല്ലേ. എവിടെ വരെ എത്തണം? എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത്? എവിടെയാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ, അതായത് എൻ്റെ ലക്ഷ്യസ്ഥാനം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ അവന് ഏകദേശം 20 മൈൽസ് അന്ന് സഞ്ചരിച്ചു അല്ലേ. ഈ യാത്രയിൽ അവന് ഒന്നും തന്നെ ഭക്ഷിച്ചിരുന്നില്ലല്ലേ. കാര്യം എന്താണ്? ഒരു ഉണക്ക ബ്രെഡിൻ്റെ പുറന്തോട് മാത്രമാണ് അവന് ഭക്ഷിച്ചിരുന്നത് അല്ലേ. പിന്നെ അവനക്ക് കുറച്ച് വെള്ളം കിട്ടിയിരുന്നു. അത് എങ്ങനെയാണ് കിട്ടിയത്? അവന് നടന്നു പോകുന്ന വഴിയിൽ, അതായത് ആ സൈഡിലുള്ള നാട്ടിൻ പുറത്തെ വീടുകളിൽ നിന്ന് ഭിക്ഷ യാചിച്ച് കിട്ടിയിട്ടുള്ള കുറച്ച് വെള്ളം, അതുപോലെ തന്നെ ബ്രെഡിൻ്റെ സൈഡിലുള്ള പുറന്തോട്, അത് മാത്രമാണ് അവന് ഭക്ഷിച്ചിരുന്നത്. അങ്ങനെ അവൻ നടന്ന് രാത്രിയായില്ലേ. അങ്ങനെ അവൻ്റെ യാത്ര, അവന് പുൽത്തകടിൻ്റെ ഭാഗത്തേക്കാണ് അവൻ്റെ യാത്ര തിരിച്ചത്. അവിടെ ഒരു വൈക്കോൽ കൂന ഉണ്ടായിരുന്നു. ആ വൈക്കോൽ കൂനൻ്റെ അടിയിൽ ചുരുണ്ട് കൂടി കിടന്നില്ലേ. രാത്രി തൊട്ടിട്ട് രാവിലെ ആവോളം അവൻ അവിടെയാണ് റെസ്റ്റ് എടുത്തത്. ഇതുവരെ ഇല്ലാത്തൊരു പേടിയാണ് അവനക്ക് തോന്നിയത്. കാര്യം എന്താണ്? അവിടേക്ക് അടിച്ചിരുന്ന കാറ്റിലെ, നല്ല ശക്തിയായി അടിച്ചിരുന്ന കാറ്റ് പോലും ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ കാറ്റടിച്ചത്.
അവൻ ഒറ്റക്കാണ് അവിടെ കിടുന്നതല്ലേ. അതുകൊണ്ട് തന്നെ അവന് നല്ല തണുപ്പുണ്ടായിരുന്നു. മാത്രമല്ല അവന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അല്ലേ. അവന് നല്ല വിശപ്പും തോന്നിയിരുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി അവൻ ഒറ്റക്കാണ് ആ രാത്രിയിലെ. ഇതിൻ്റെ മുന്നൊന്നും അവനക്ക് ആ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല, ഒരു പേടി ഉണ്ടാകുന്ന ഒരു ഫീൽ അവനക്ക് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് അവന് തനിച്ചായിട്ടുള്ളത്. മാത്രമല്ല അവന് പകൽ മുഴുവനും സഞ്ചരിച്ച് ആകെ ക്ഷീണിതനായിട്ടുണ്ട് നമ്മുടെ ഒലിവറിലെ. അതുകൊണ്ട് തന്നെ അവൻ്റെ ബുദ്ധിമുട്ടുകളും തളർച്ചയും ഒന്നും ആലോചിക്കാതെ അവന് വേഗം ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. He got up the next morning. He felt cold and stiff and so hungry that he was obliged to exchange the penny for a small loaf in the very first village through which he passed. He had walked no more than 12 miles when night closed in again. His feet were sore and his legs were so weak that they trembled beneath him. Another night passed in the bleak damp air only made him worse, and when he set forward on his journey next morning, he could hardly crawl along. ഈ ദിവസം അവൻ രാവിലെ എണീറ്റപ്പോൾ അവനക്ക് നല്ലോണം തണുപ്പ് തോന്നിയിരുന്നു അല്ലേ. അതുപോലെ തന്നെ ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. അവനൊരു സുഖപ്പെട്ട കാലാവസ്ഥയായിട്ട് അവനക്ക് തോന്നിയില്ല. മാത്രമല്ല അവന് നല്ലോണം വിശപ്പുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ അവൻ വിചാരിച്ചു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പെന്നിയായിട്ട് ബ്രെഡ് വാങ്ങിക്കണമെന്നല്ലേ. ആ ഫസ്റ്റ് കാണുന്ന കടയിൽ നിന്ന് തന്നെ ബ്രെഡ് വാങ്ങിക്കണമെന്ന് അവന് വിചാരിച്ചു. അങ്ങനെ അവന് നടന്ന് അവൻ്റെ കാല് കടയാൻ തുടങ്ങി. അങ്ങനെ അവൻ ആകെ വയ്യാതായില്ലേ, കാലൊക്കെ വിറക്കാൻ തുടങ്ങി. വീണ്ടും ഒരു രാത്രി കഴിഞ്ഞ് അവന് നല്ല തണുപ്പിലാണ് അവന് കിടന്നുറങ്ങിയതല്ലേ. പിറ്റേന്ന് രാവിലെ അവന് എണീറ്റപ്പോൾ എന്താ സംഭവിച്ചത്? അവന് ഒട്ടും നടക്കാൻ വയ്യല്ലേ. മെല്ലെ ഒന്ന് നീങ്ങാൻ പോലും അവന് കഴിഞ്ഞിരുന്നില്ലല്ലേ. അവൻ ആകെ അവശനായിരുന്നു. He waited at the bottom of a steep hill till a stagecoach came up and then begged of the outside passengers. But there were very few who took any notice of him, and even those told him to wait till they go to the top of the hill and then let them see how far he could run for a halfpenny. Poor Oliver tried to keep up with the coach a little way, but was unable to do it by reason of his fatigue and sore feet. When the passengers saw this, they put their halfpence back into their pockets again, declaring that he was an idle young dog and didn't deserve anything. And the coach rattled away, leaving only a cloud of dust behind. ഇങ്ങനെ നമ്മുടെ ഒലിവർ ഒരു ചെങ്കുത്തായിട്ടുള്ള ഒരു വലിയ മലയുടെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തില്ലേ. കാര്യം എന്താണ്? ആരെങ്കിലും അതിലൂടെ വന്നാൽ ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയത്താണ് ഒരു തപാൽ വണ്ടി അവിടെ എത്തുന്നതല്ലേ. അങ്ങനെ നമ്മുടെ ഒലിവർ ആ തപാൽ വണ്ടിയിൽ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സിലെ യാത്രക്കാരോട് അവന് ഭിക്ഷ യാചിച്ചുല്ലേ. അപ്പോൾ ആരും തന്നെ അവനെ മൈൻഡ് ചെയ്തില്ലല്ലേ. കുറച്ച് പേര് മൈൻഡ് ചെയ്തെങ്കിലും അവനോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞതല്ലേ. അവർ പറഞ്ഞു, അവർ മലമുകളിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ നീ വെയിറ്റ് ചെയ്യ്, ഞങ്ങൾ താഴെ എത്തിയിട്ട് നിനക്ക് ക്യാഷ് തരാമെന്ന് പറഞ്ഞില്ലേ. ഒരു ചെറിയ നാണയത്തുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാസഞ്ചേഴ്സ് നമ്മുടെ ഒലിവറിനോട് എന്താ പറഞ്ഞത്? നീ ഞങ്ങളുടെ വണ്ടിയുടെ പിറകെ ഓടണം, ഓടി എത്തിയാൽ മാത്രമേ നിനക്ക് ഞങ്ങൾ ക്യാഷ് തരുള്ളൂ എന്നല്ലേ. പാവപ്പെട്ട ഒലിവർ, ഇത്രയും ക്ഷീണിച്ചിട്ടുള്ള ഒലിവർ ഈ തപാൽ വണ്ടിക്കൊപ്പം തന്നെ എത്താൻ വേണ്ടിയിട്ട് അവൻ ഓടുമായിരുന്നു അല്ലേ. അവനെ കൊണ്ട് കഴിയുന്ന വിധം ഈ തപാൽ വണ്ടിക്കൊപ്പം ഓടാനായിട്ട് അവന് ശ്രമിച്ചു. പക്ഷേ അവൻക്ക് അത് കഴിഞ്ഞില്ല. കാര്യം എന്താണ്? അവൻ്റെ കാലിൽ അത്രയും തന്നെ മുറിവ് വന്നിട്ടുണ്ട്. അവന് ഭയങ്കര വേദനയുണ്ടല്ലേ. അവൻ്റെ കാലുകളൊക്കെ തളർന്നിട്ടുണ്ടല്ലേ. ഒരു വണ്ടിക്കൊപ്പം ഓടാനോ അവരെ കൂടെ എത്താനോ കഴിഞ്ഞില്ലല്ലേ. അവന് ആകെ തളർന്നിരുന്നു. അതിലെ യാത്രക്കാരിത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവനോടുള്ള ദേഷ്യല്ലേ, പ്രതികാരം പോലെ അവർ പറഞ്ഞ കാര്യം അവന് ചെയ്തില്ലല്ലേ. നമ്മുടെ ഒലിവറിന് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരെന്താ പറഞ്ഞിരുന്നത്? അവർ യാത്ര ചെയ്തിരുന്ന വണ്ടിയുടെ പിന്നാലെ ഓടാനാണല്ലേ. പക്ഷേ ഈ പാസഞ്ചേഴ്സ് എന്താ ചെയ്തത്? യാത്രക്കാർ നമ്മുടെ ഒലിവറിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസ തിരിച്ച് പോക്കറ്റിലേക്ക് തന്നെ ഇട്ടുല്ലേ. അവരുടെ പോക്കറ്റിൽ തന്നെ ഇട്ടു. നമ്മുടെ ഒലിവറിനൊന്നും കൊടുത്തില്ല. എന്നിട്ട് അവർ പറയാണ്, ഇവന് ഒന്നിനും കൊള്ളാത്ത അലസനായിട്ടുള്ള തെരുവ് ഡോഗില്, അതായത് തെരുവ് നായനെ പോലെയാണെന്ന് പറയാണ്. അങ്ങനെ അവർ നമ്മുടെ ഒലിവറിനെ മൈൻഡ് ചെയ്യാതെ ആ വണ്ടി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ട് പൊടിപടലങ്ങളുടെ മേഘങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് അവർ ദൂരേക്ക് പോയില്ലേ. ആരും നമ്മുടെ പാവപ്പെട്ട ഒലിവറിനെ മൈൻഡ് ചെയ്തില്ല. നമ്മുടെ ഒലിവർ ലണ്ടനിൽ എത്തിയതുമില്ല. അവനിങ്ങനെ ആ പൊടിപടലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. Now we are going to discuss about opposite words. Number 1, began.
ബിഗൈൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? എൻഡഡ്. ബിഗൈൻ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക, എൻഡഡ് അവസാനിക്കുക. നമ്പർ 2 ലൈവ്. ലൈവിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ഡൈ. ലൈവ് എന്ന് പറഞ്ഞാൽ തത്സമയം, ഡൈ എന്ന് പറഞ്ഞാൽ മരിക്കുക. ദെൻ 3 ഫൈൻഡ്. ഫൈൻഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ലോസ്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, ലോസ് നഷ്ടപ്പെടുക. ദെൻ 4 ഹോപ്പ്. ഹോപ്പിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ഡെസ്പെയർ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഹോപ്പിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഡെസ്പെയർ. ഡെസ്പെയർ എന്ന് പറഞ്ഞാൽ നിരാശ. ദെൻ നെക്സ്റ്റ് കൊറാസ്. കൊറാസിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? സ്മൂത്ത്. കൊറാസ് എന്ന് പറഞ്ഞാൽ പരുപരുത്തത് അല്ലേ? സ്മൂത്ത് എന്ന് പറഞ്ഞാൽ മിനുസമാർന്ന. ദെൻ യൂഷ്വൽ. യൂഷ്വലിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? റെയർ. യൂഷ്വൽ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ടുള്ള, അപ്പോൾ റെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപൂർവമായിട്ടുള്ള. ദെൻ നെക്സ്റ്റ് ഡിറ്റർമൈൻഡ്. ഡിറ്റർമൈൻഡ് ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? വിംസിക്കൽ. ഡിറ്റർമൈൻഡ് എന്ന് പറഞ്ഞാൽ നിർണയിക്കുക അല്ലേ? അപ്പോൾ വിംസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിചിത്രമായ. ദെൻ നെക്സ്റ്റ് എംറ്റി. എംറ്റിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഫുൾ. എംറ്റി എന്ന് പറഞ്ഞാൽ ശൂന്യമായ. ദെൻ ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിറഞ്ഞൊഴുകുന്നതിന് നമ്മൾ ഫുൾ എന്ന് പറയാം അല്ലേ? ദെൻ നെക്സ്റ്റ് ഫോഗറ്റ്. ഫോഗറ്റിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? റിമെമ്പേർഡ്. ഫോഗറ്റ് എന്ന് പറഞ്ഞാൽ മറന്നു പോവുക അല്ലേ? അപ്പോൾ റിമെമ്പേർഡ് ഓർക്കുക. ദെൻ നെക്സ്റ്റ് വോസ്. വോസിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ബെറ്റർ. വോസ് എന്ന് പറഞ്ഞാൽ മോശമുള്ള അല്ലേ? ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും മികച്ചത്. ദെൻ ലാസ്റ്റ് വൺ ഐഡിൽ. ഐഡിലിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ബിസി. ഐഡിൽ എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയം, ബിസി എന്ന് പറഞ്ഞാൽ തിരക്കിലുള്ളത് അല്ലേ? തിരക്കായത് എന്നൊക്കെ പറയും. അപ്പം എല്ലാവർക്കും ഓപ്പോസിറ്റ് വേർഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബ്രാക്കറ്റിൽ നിന്നും ശരിയായതെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എ ഒലിവർ വാസ് നിയർലി ഡേഷ് മൈൽസ് എവേ ഫ്രം ദി ടൗൺ. എന്താ പറയുന്നത്? ഒലിവർ ടൗണിൽ നിന്ന് ഏകദേശം എത്ര മൈൽ സഞ്ചരിച്ചിട്ടുണ്ട്? 5. ആൻസർ 5. ദെൻ ബി ഒലിവർ സാറ്റ് ഡൗൺ ടു റെസ്റ്റ് ബൈ ദ സൈഡ് ഓഫ് ദ ഡേഷ് ആൻഡ് ബിഗെയിൻ ടു തിങ്ക്. ഒലിവർ എവിടെ ഇരുന്നിട്ടാണ് ചിന്തിക്കാൻ തുടങ്ങിയത്? മൈൽ സ്റ്റോൺ. ആൻസർ മൈൽ സ്റ്റോൺ. സി ഹി ഹാഡ് എ ക്രിസ്റ്റ് ഓഫ് ബ്രെഡ്, എ ഡേഷ് ആൻഡ് 2 pairs ഓഫ് സ്റ്റോക്കിങ്സ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു പുറന്തോടുള്ള ഒരു ബ്രെഡ് ഉണ്ടായിരുന്നു, 2 ജോഡി ഷോക്സ് ഉണ്ടായിരുന്നു, പിന്നെ എന്തുണ്ടായിരുന്നു? ആൻസർ ഷർട്ട്. ഷർട്ട്. ദെൻ ഡി ദ ഗിഫ്റ്റ് ഓഫ് പെന്നി വാസ് ഗിവൻ ടു ഒലിവർ ബൈ ഡേഷ്. ആരാണ് ഒലിവറിന് പെന്നി ഗിഫ്റ്റായിട്ട് കൊടുത്തത്? ക്യാഷ്. സോവർബറി. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ദ കോച്ച് ലെഫ്റ്റ് ബിഹൈൻഡ് എ ക്ലൗഡ് ഓഫ്. എന്താണ്? കോച്ച് ഒരു മേഘം അവശേഷിപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ലേ? എന്തായിരുന്നു? ഡസ്റ്റ്. പൊടിപടലങ്ങളും അല്ലേ? മേഘം മാത്രമാണോ പൊടിപടലങ്ങളും? ആൻസർ ഡസ്റ്റ്. 2 പുട്ട് ഇറ്റ് ട്രൂ ഇഫ് ദ സെന്റൻസസ് ഇസ് കറക്റ്റ് ഓർ ഫോൾസ് ഇഫ് ഇറ്റ് ഈസ് റോങ്. താഴെ തന്നിട്ടുള്ള സെന്റൻസ് വായിച്ചിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ നോക്കാം. എ ദ സ്റ്റോൺ ബൈ വിച്ച് ഒലിവർ വാസ് സീറ്റഡ് ഹാഡ് 10 miles written on it. ഒലിവർ ഇരിക്കുന്ന കല്ലിൽ 10 മൈൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. തെറ്റാണോ ശരിയാണോ? ആൻസർ ഫോൾസ്. തെറ്റാണ് അല്ലേ? എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? 70 miles എന്നായിരുന്നു അല്ലേ? ദെൻ ബി എ ക്ലീൻ ഷർട്ട് വാസ് എ കംഫർട്ടബിൾ തിങ് വാസ് ഒലിവേഴ്സ് തോട്ട്. ഒലിവർ ചിന്തിക്കുകയാണ് ഒരു നല്ല ഷർട്ടിലെ ഒരു വൃത്തിയുള്ള ഷർട്ട് ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്ന് അവൻ ചിന്തിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം ആൻസർ എന്താണ്? ട്രൂ. ശരിയാണ് അല്ലേ? ആൻസർ ട്രൂ. ദെൻ സി ഒലിവർ വാക്ക് 20 miles ആൻഡ് begged at the cottage doors by the roadside. ഒലിവർ 20 miles നടന്ന് റോഡരികിലെ കോട്ടേജിന്റെ വാതിക്കൽ ഭിക്ഷ യാചിച്ചു എന്നാണ് പറയുന്നത്. ആൻസർ ട്രൂ. ശരിയാണ് അല്ലേ? ആൻസർ ട്രൂ. ദെൻ ഡി ഒലിവർ വാസ് നെവർ ഫൈറ്റിംഗ് ടു ബി അലോൺ. എന്താ പറയുന്നത്? ഒലിവർ തനിച്ചായത് കൊണ്ട് അവനക്ക് നല്ലോണം പേടി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ? അവനക്ക് ഒരു ഭയം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ആൻസർ എന്താണ്? തെറ്റാണ് അല്ലേ? അവനക്ക് നല്ലോണം പേടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൻസർ ഫോൾസ്. ദെൻ ലാസ്റ്റ് വൺ ഒലിവർ ടയർഡ് ടു കീപ്പ് അപ്പ് വിത്ത് ദ കോച്ച് ബിക്കോസ് ഓഫ് ഹിസ് ഫാറ്റ്യൂ ആൻഡ് സോ ഫീറ്റ്. ഒലിവറിന് തളർച്ചയും കാലുവേദനയൊക്കെ ഉള്ളത് കാരണം തന്നെ ഒലിവർ പരിശീലകനെ നിലനിർത്താൻ ശ്രമിച്ചു. ആൻസർ എന്താണ്? ട്രൂ. ശരിയാണല്ലേ? Today we are going to study a grammar portion. It is nothing but the preposition. Are you ready? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഒരു ഗ്രാമർ പോർഷനാണ്. എന്താണ്? പ്രിപ്പോസിഷൻ. എന്താണ് ടൈറ്റിൽ? പ്രിപ്പോസിഷൻ. നിങ്ങൾക്ക് പ്രിപ്പോസിഷൻ എന്താണെന്ന് അറിയോ? ഡു യു നോ വാട്ട് പ്രിപ്പോസിഷൻ ആർ? പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഒരു പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 3 കാര്യമാണ്. ഇറ്റ്സ് എ വേർഡ്. എന്താണ് പ്രിപ്പോസിഷൻ? ഒന്നാമത്തത് ഇറ്റ്സ് എ വേർഡ്, അല്ലേ? അതൊരു വാക്കുകളാണ്. വെറും വാക്കുകളാണോ? അല്ല. എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ്. ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞത് വാക്കുകളാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എവിടെയാണ് നമ്മൾ ഈ പ്രിപ്പോസിഷൻ, ഈ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്? വിച്ച് ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ ഫ്രേസ് ഓർ എ പ്രോനൗൺ. എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത്? എന്തിൻ്റെയൊക്കെ മുന്നിലാണ് നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം? നൗൺ, അല്ലേ? നാമങ്ങൾ നമുക്കറിയാം. പിന്നെ നൗൺ ഫ്രേസ്, അതേപോലെ തന്നെ പ്രോനൗൺ. എന്താണ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ? ഹി, ഷീ, ഇറ്റ്. നാമത്തിന് പകരം വയ്ക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. ഇത്തരം വാക്കുകളുടെ മുന്നിലാണ് നമ്മൾ എന്തിനെ ഉപയോഗിക്കാം? പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. സോ ഇപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് which is used before a noun phrase or a pronoun. ഓക്കെ. ഇനി എന്താണ് ഇങ്ങനെ നമ്മൾ ഈ നൗണിൻ്റെയും പ്രോനൗണിൻ്റെ ഒക്കെ മുന്നിൽ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അതാണ് മൂന്നാമത്തെ കാര്യം, ദ തേർഡ് വൺ. എന്തിനാണ്? കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ? കണക്റ്റിംഗ് ഇറ്റ് ടു അനദർ വേർഡ്. സെൻറ്റൻസിലെ മറ്റു ഒരു വാക്കുമായിട്ട് വേറൊരു വാക്കിനെ ബന്ധിപ്പിക്കാനാണ് നമ്മൾ ആരുപയോഗിക്കുക? പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. അതാണ് പ്രിപ്പോസിഷൻ്റെ ഫങ്ഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? എന്താ ഡെഫിനിഷൻ പ്രിപ്പോസിഷൻ്റെ? എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ ഫ്രേസ് or a pronoun, connecting it to another word. സെൻറ്റൻസിലെ 2 വേർഡിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ, അർത്ഥം കിട്ടുന്ന രീതിയിൽ ബന്ധിപ്പിക്കുന്നതാണ് പ്രിപ്പോസിഷൻ. അതുകൊണ്ട് തന്നെ ഇറ്റ് യൂഷ്വലി ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 വേർഡ്സ്. എപ്പോഴും പ്രിപ്പോസിഷൻ എന്താണ് കാണിക്കുന്നത്? 2 വാക്കുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കുകയാണ് ആര് ചെയ്യുന്നത്? പ്രിപ്പോസിഷൻ ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് നൗ യു ഗോട്ട് ദ ഡെഫിനിഷൻ ഓഫ് പ്രിപ്പോസിഷൻ. ഇസ്ന്റ് ഇറ്റ്? മനസ്സിലായോ എന്താണ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വേർഡാണ്, വാക്കാണ്. നമ്മൾ ഏതിൻ്റെ മുന്നിലാണ് യൂസ് ചെയ്യുക? എ നൗൺ ഫ്രേസ് ഓർ എ പ്രോനൗൺ. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? കണക്റ്റിംഗ് ഇറ്റ് ടു അനദർ വേർഡ്. സെൻറ്റൻസിലെ 2 വേർഡുകൾ തമ്മിൽ അർത്ഥം കിട്ടുന്ന രീതിയിൽ ബന്ധിപ്പിക്കുന്നതാണ് പ്രിപ്പോസിഷൻ. അപ്പം നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു, അല്ലേ? എങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് നോക്കാം. എവിടെയൊക്കെയാണ് ഈ പ്രിപ്പോസിഷൻ വരുന്നത്, ഏതൊക്കെയാണ് നമ്മുടെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ. മൈ ഹാൻഡ് ഈസ്, ഫസ്റ്റ് എക്സാമ്പിളാണ് മൈ ഹാൻഡ് ഈസ് ഓൺ ദി ഡെസ്ക്. എന്താണ്? മൈ ഹാൻഡ് ഈസ് ഓൺ ദി ഡെസ്ക്. കണ്ടോ? ആ സെൻറ്റൻസിൽ ഓൺ എന്ന വാക്ക് ഡാർക്കൺ ചെയ്തിരിക്കുന്നത്, കറുപ്പിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ പ്രിപ്പോസിഷൻ ഇൻ ദാറ്റ് സെൻറ്റൻസ്. അതാണ് ആ സെൻറ്റൻസിലെ പ്രിപ്പോസിഷൻ. ഡെസ്കിൻ്റെ മുകളിലാണ് എൻ്റെ കൈ. കണ്ടോ? അപ്പോൾ ഈ സെൻറ്റൻസിൽ ഓൺ എന്നതാണ് പ്രിപ്പോസിഷൻ എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ ഈ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഈ സെൻറ്റൻസിലെ ഏതൊക്കെ വേർഡ്സിനെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്, ബന്ധിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഏതൊക്കെ വേർഡ്സുകൾ തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്? നോക്കൂ. ഹാൻഡ് ആൻഡ് ഡെസ്ക്. കണ്ടോ? ഹാൻഡിനെയും ഡെസ്കിനെയും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഈ ഓൺ എന്ന പ്രിപ്പോസിഷൻ കാണിക്കുന്നത്.
Okay, you got the idea. Next, we took a flight to New Delhi. അതിലെ preposition to ആണ് അല്ലേ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. Many shops don't open on Sundays. Many shops don't open on Sundays. നോക്കൂ, അവിടെ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഓൺ. So, the preposition on in that sentence that connect the words are open and Sundays. കണ്ടോ, ഓപ്പണും സൺഡേയും തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കാനാണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രിപ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലേ, നമ്മൾ എക്സാമ്പിളൊക്കെ പറഞ്ഞു. ഇനി നോക്കൂ, ഈ പ്രിപ്പോസിഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ടൈമിൻ്റെയും പ്ലേസിൻ്റെയും അടിസ്ഥാനത്തിൽ, സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രിപ്പോസിഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേത് പ്രിപ്പോസിഷൻ ഓഫ് ടൈം. എന്താണ്? പ്രിപ്പോസിഷൻ ഓഫ് ടൈം. രണ്ടാമത്തേത് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. എന്താണ്? പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. ലിസൺ. First one, the preposition of time. As its title mention, what it clear. Okay. അതിൻ്റെ ടൈറ്റിലിൽ നമുക്ക് ഈ പ്രിപ്പോസിഷൻ ഓഫ് ടൈം എന്ന് പറയുന്ന ഈ ഡിവിഷനെ അതിൻ്റെ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. പ്രിപ്പോസിഷൻ ഓഫ് ടൈം, ടൈം വെച്ചിട്ടാണ് അവിടെ ആ ഡിവിഷൻ നടത്തിയിട്ടുള്ളത്. എന്താണ്? പ്രിപ്പോസിഷൻ ഓഫ് ടൈം ടെൽ us when something happened. എപ്പോഴാണ് സംഭവിക്കുന്നത്, അതാണ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം പറയുന്നത്. കാര്യങ്ങൾ അല്ലെങ്കിൽ തിങ്സ് സംഭവിക്കുന്നത് എപ്പോൾ, അപ്പോൾ അവിടെ ഒരു ടൈമിനെയാണ് കാണിക്കുന്നത്. ഈ പ്രിപ്പോസിഷൻ ഓഫ് ടൈമിൽ നമ്മൾ കുറച്ച് പ്രിപ്പോസിഷൻ കാണാതെ പഠിക്കേണ്ടതുണ്ട് ഈ ഡിവിഷനിൽ വരുന്നത്. അത്തരം പ്രിപ്പോസിഷൻ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ടൈം പറയുമ്പോഴാണ്. In other words, preposition of time show the relation of time between two words or phrases. സെൻറ്റൻസിൽ നമ്മൾ രണ്ട് വേർഡ്സ് തമ്മിലുള്ള ടൈം റിലേഷനെ കാണിക്കാൻ, അല്ലെങ്കിൽ രണ്ട് ഫ്രേസസ് തമ്മിലുള്ള ടൈം റിലേഷനെ കാണിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? പ്രിപ്പോസിഷൻ ഓഫ് ടൈം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം? അപ്പം നമുക്ക് റീഡ് ചെയ്യാം അല്ലേ, ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം എന്ന് നമുക്ക് പഠിക്കണ്ടേ. ഇൻ, ഓൺ, അറ്റ്, സിൻസ്, ഫോർ, എഗോ, ടു, ബിഫോർ, പാസ്റ്റ്, ഫ്രം, ടിൽ, അൻറ്റിൽ, ആൻഡ് ബൈ. നോക്കൂ, വൺസ് അഗെയിൻ. ഇൻ, വൺ, അറ്റ്, സിൻസ്, ഫോർ, എഗോ, ടു, ബിഫോർ, പാസ്റ്റ്, ഫ്രം, ടിൽ, അൻറ്റിൽ, and by. Okay, these are the preposition of time. ഇത്തരം വേർഡ്സാണ് നമ്മൾ പ്രിപ്പോസിഷൻ ഓഫ് ടൈം എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാമെന്ന് എക്സാമ്പിളിലൂടെ പഠിക്കാം. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് എക്സാമ്പിൾ, ഫസ്റ്റ് സെൻറ്റൻസ് ഏതാ? ഐ വിസിറ്റഡ് ഇറ്റലി ഇൻ ജൂലൈ, ഇൻ സ്പ്രിംഗ്, in 1994. I visited Italy in July, in spring, in 1994. How many preposition of time are used in that sentence? എത്ര പ്രിപ്പോസിഷൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? 3 അല്ലേ. 3 ഏതാണ്? ഇൻ. നോക്കൂ, ഇൻ ജൂലൈ മന്തിൻ്റെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷനാണ് ഇൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മന്തിൻ്റെ മുന്നിൽ, മാസങ്ങളുടെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? ഇൻ. അടുത്തത് ഇൻ സ്പ്രിംഗ്. കണ്ടോ, ഇൻ സ്പ്രിംഗ് സീസണിൻ്റെ മുന്നിലും അല്ലേ, സീസണിൻ്റെ മുന്നിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇന്നാണ്. അടുത്ത നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഇയേഴ്സ്. ഇയറിൻ്റെ മുന്നിൽ, വർഷങ്ങളുടെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷനാണ് ഇൻ. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ആ സെൻറ്റൻസിൽ നിന്ന് പഠിച്ചു അല്ലേ. മന്തിൻ്റെ മുന്നിൽ, അതേപോലെ സീസണിൻ്റെ മുന്നിൽ,
ആൻഡ് ഇയറിൻ്റെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷനാണ് ഇൻ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. വാട്ട് ഡിഡ് യു ഡു ഓൺ ഫ്രൈഡേ? വാട്ട് ഡിഡ് യു ഡു ഓൺ ഫ്രൈഡേ? ഏതാണ് പ്രിപ്പോസിഷൻ ആ സെൻറ്റൻസിലെ? ഓൺ ആണ് അല്ലേ. ഏതിൻ്റെ മുന്നിലാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്? ഡേൻ്റെ മുന്നിൽ. ഫ്രൈഡേ എന്ന് പറയുന്ന ഡേൻ്റെ മുന്നിൽ. സോ ദ തിങ്സ് വി വാണ്ട് ടു ടേക്ക് കെയർ ദാറ്റ് ബിഫോർ എ ഡേ വി വാണ്ട് ടു യൂസ് ദ പ്രിപ്പോസിഷൻ ഓൺ. ഡേൻ്റെ മുന്നിൽ, ദിവസങ്ങളുടെ മുന്നിൽ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്? ഓൺ. നെക്സ്റ്റ് എക്സാമ്പിൾ ഏതാ? There's a meeting at 5 this evening. There is a meeting at 5. കണ്ടോ? സമയത്തിൻ്റെ മുന്നിൽ, ടൈമിൻ്റെ മുന്നിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാ? at 5, at 5 o'clock, at 6 o'clock, at 7 o'clock. Okay. സോ ദർ ഇസ് എ മീറ്റിംഗ് അറ്റ് 5 ദിസ് ഈവനിങ്. ആ സെൻറ്റൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ടൈമിൻ്റെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ അറ്റാണ്. നെക്സ്റ്റ്, ഹി ഹാസൻ പ്ലേഡ് ഫുട്ബോൾ സിൻസ് 1999. കണ്ടോ? തൊട്ട്, സിൻസ് എന്ന് പറയുമ്പോൾ ഇന്ന വർഷം തൊട്ട്, അങ്ങനെ ആ ഒരു മീനിങ് ആണ് സിൻസിനവിടെ. അപ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രിപ്പോസിഷനാണ് സിൻസ്. അപ്പോൾ ഒരു പോയിൻ്റ് ഓഫ് ടൈമിനെ കാണിക്കാനാണ്. കൃത്യമായിട്ടൊരു ഇയർ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? സിൻസ് ആണ്. കണ്ടോ? സിൻസ് 1999 തൊട്ട്. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു ഇയർ പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരു പോയിൻ്റ് ഓഫ് ടൈമിനെ കാണിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷനാണ് ഏത്? സിൻസ്. നെക്സ്റ്റ്, ഷീസ് ഓൾവേസ് അപ്പ് ബിഫോർ ഡേ ബ്രേക്ക്. ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? മുന്നേ അല്ലേ. സോ അവിടെ യൂസ് ചെയ്ത ആ സെൻറ്റൻസിൽ യൂസ് ചെയ്ത പ്രിപ്പോസിഷനാണ് ബിഫോർ. അടുത്ത് നോക്കൂ. ഐ ആം ജസ്റ്റ് സ്റ്റെപ്പിംഗ് ഔട്ട് ഫോർ ആൻ അവർ. ഐ ആം ജസ്റ്റ് സ്റ്റെപ്പിംഗ് ഔട്ട് ഫോർ ആൻ അവർ. കണ്ടോ? ഫോർ ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ടൈമിൻ്റെ ഒരു സമയത്തിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ. നമ്മൾ പറഞ്ഞു സിൻസ് എന്ന പ്രിപ്പോസിഷൻ പോയിൻ്റ് ഓഫ് ടൈമിനെയും ആണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫോർ എന്ന പ്രിപ്പോസിഷൻ പീരിയഡ് ഓഫ് ടൈമിനെ യൂസ് ചെയ്യുന്നു. പീരിയഡ് ഓഫ് ടൈമിനെ കാണിക്കാനാണ് ഫോർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ടാവും. 1 മണിക്കൂറോളം, അങ്ങനെ ഒരു ഇത്ര സമയം എന്നുള്ള ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കാണിക്കാനാണ് നമ്മൾ ഫോർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സിൻസ് പോയിൻ്റ് ഓഫ് ടൈമിനെയും ഫോർ എന്ന പ്രിപ്പോസിഷൻ പീരിയഡ് ഓഫ് ടൈമിനെയും കാണിക്കുന്നു. അടുത്ത എക്സാമ്പിൾ ഏതാ? ഇറ്റ്സ് 5 past 10. ഇറ്റ്സ് 5 past 10. അങ്ങനെ പറഞ്ഞാൽ എന്താ? എത്രയായി സമയം? 5:30 അല്ലേ. 5:30. സോ അങ്ങനെ നമുക്ക് ടൈം പറയാൻ പാസ്റ്റ് 5 മണി കഴിഞ്ഞ്, 5:30 അല്ല കേട്ടോ, 5 past 10 എന്ന് പറയുമ്പോൾ 5:10. കണ്ടോ? 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. 5 past 10. ഓക്കെ. അവിടെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യണേ. അവിടെ ഒരു മിസ്റ്റേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിൽ 5:30 എന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് 5 past 10 എന്ന് പറയുമ്പോൾ 5 മണി കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ്? 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് 6 മണി കഴിഞ്ഞിട്ട് 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇറ്റ്സ് 6 past 20. കണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ ടൈം പറയാനാണ് പാസ്റ്റ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കൂ. ഇറ്റ്സ് 7 days to summer. ഇറ്റ്സ് 7 days to summer. അവിടെ ഏതാ യൂസ് ചെയ്തിരിക്കുന്നത്? ടു എന്ന പ്രിപ്പോസിഷൻ ആണ് അല്ലേ. നെക്സ്റ്റ്, ദ ലൈബ്രറി ഈസ് ഓപ്പൺ ഫ്രം 11 to 7. ദ ലൈബ്രറി ഈസ് ഓപ്പൺ. എപ്പോഴൊക്കെയാണ്? 11 മണി തൊട്ടിട്ട് 7 മണി വരെ അല്ലേ. 7 മണി വരെയാണ് ലൈബ്രറി ഓപ്പൺ ചെയ്യുന്നത്. സോ ദ ലൈബ്രറി ഈസ് ഓപ്പൺ ഫ്രം 11 to 7. അവിടെ ഫ്രം എന്ന ഒരു പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കൂ. വി വെയിറ്റഡ് ടിൽ 7:30 ഫോർ യു. വി വെയിറ്റഡ്
ടിൽ. കണ്ടോ, ഏതാണ് പ്രിപ്പോസിഷൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? ടിൽ, വരെ. കണ്ടോ, ടിൽ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? വരെ, അതുവരെ. ഇതുവരെ വെയിറ്റ് ചെയ്തു. 7:30 for you. Next, she had promised to return by 5. അവൾ എന്തോ ചെയ്തിട്ടുണ്ട്? പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ടു റിട്ടേൺ ബൈ 5, അല്ലേ? 5 മണിക്ക് റിട്ടേൺ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അവിടെ ബൈ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പ്രിപ്പോസിഷനൊക്കെ നമ്മൾ പ്രിപ്പോസിഷൻ ഓഫ് ടൈം എന്നാണ് പറയുക, അല്ലേ? കാരണം എന്താണ്? എല്ലാ സെൻറ്റൻസിലും ടൈം മെൻഷൻ ചെയ്യുന്നുണ്ട്, അല്ലേ? അടുത്ത് നോക്കൂ. ഷീ ഹാസ് അൻറ്റിൽ വെനസ്ഡേ ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. അവിടെ ഏതാ യൂസ് ചെയ്തിട്ടുള്ളത്? ടു. കണ്ടോ, ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ടു എന്ന പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ വെർബിൻ്റെ, ക്രിയയുടെ ഒന്നാമത്തെ രൂപമാണ് അല്ലെങ്കിൽ ബേസ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. കണ്ടോ, ടു കംപ്ലീറ്റ്. അവിടെ കംപ്ലീറ്റ് എന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. സോ ആഫ്റ്റർ ദ പ്രിപ്പോസിഷൻ ടു വി ഷുഡ് യൂസ് എന്താണ്? വേർബ് 1 ഓർ ബേസ് ഫോം ഓഫ് ദി വേർബ്. ടു എന്ന പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ക്രിയയുടെ അല്ലെങ്കിൽ വേർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് യൂസ് ചെയ്യേണ്ടത്. നോക്കൂ, ഇവിടെ ടു കംപ്ലീറ്റ്. എന്താ, ടു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് എന്ന വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, നെക്സ്റ്റ്. ഐ മെറ്റ് റീന 3 months എഗോ. എഗോ എന്ന് പറഞ്ഞാൽ മുന്നേ, അല്ലേ? 3 മാസം മുന്നേ ഞാൻ ആരെ കണ്ടിരുന്നു? റീനയെ കണ്ടിരുന്നു. അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എഗോ. ഓക്കെ, സോ ഇതാണ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം. എന്താണ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം എന്ന് പഠിച്ചല്ലോ. എന്താണ്? ടൈമിനെ സൂചിപ്പിക്കാൻ, രണ്ട് വേർഡ്സ് തമ്മിലുള്ള ടൈം റിലേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം? ഇൻ, ഓൺ, അറ്റ്, സിൻസ് ഓർ എഗോ, ടു, ബിഫോർ, പാസ്റ്റ്, ഫ്രം, ടിൽ, അൻറ്റിൽ, ആൻഡ് ബൈ. അങ്ങനെ ഒരു സോങ്ങിൻ്റെ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിവിഷൻ ഏതാ? രണ്ടാമത്തെ ഡിവിഷൻ നമ്മൾ ഏതാ പറഞ്ഞത്? പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. ഏതാണ്? പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. നോക്കൂ, ആ ടൈറ്റിൽ തന്നെ ഉണ്ടല്ലേ അതിൻ്റെ ആൻസർ. പ്ലേസ്, സ്ഥലത്തിന്, എവിടെയാണ് സംഭവങ്ങൾ, എവിടെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതിനെ അവിടെ യൂസ് ചെയ്യേണ്ടതാണ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. സോ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ടെൽ us where something happened. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എവിടെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു പ്രിപ്പോസിഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ടൈമിനാണ് ഇമ്പോർട്ടൻ്റ്, അല്ലേ? രണ്ട് വേർഡ്സ് തമ്മിലുള്ള ടൈം റിലേഷനാണ് കാണിക്കുന്നത്. ഇവിടെയാണെങ്കിൽ രണ്ട് വേർഡ്സ് തമ്മിലുള്ള എന്താണ്, എന്ത് റിലേഷനാണ് കാണിക്കുന്നത്? എവിടെയാണ് ഇത് സംഭവിക്കുന്നത്, അല്ലേ? where something is happened എന്നതിനാണ് ഇമ്പോർട്ടൻസ്. In other words, preposition of place tell us how one word is related to the other in terms of place. കണ്ടോ, സെൻറ്റൻസിലെ രണ്ട് വേർഡ്സ് ഉണ്ട്, അല്ലേ? അതിൽ പ്ലേസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ആ രണ്ട് വേർഡ്സ് പ്ലേസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്? നമ്മൾ പ്രിപ്പോസിഷൻ ഓഫ് ടൈം പറഞ്ഞപ്പോൾ കുറച്ച് പ്രിപ്പോസിഷൻ പഠിച്ചിരുന്നു, അല്ലേ? അതിൽ ചിലത് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിലും നമ്മൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇൻ, അറ്റ്, ഓൺ. രണ്ട് നമ്മൾ പ്രിപ്പോസിഷൻ ഓഫ് എവിടെ യൂസ് ചെയ്തിരുന്നു? ടൈമിൽ യൂസ് ചെയ്തിരുന്നു. അതുപോലെ ബൈയും യൂസ് ചെയ്തിരുന്നില്ല. സോ കോമൺ ആയിട്ട് രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പോസിഷനാണ് അത്. ഏതൊക്കെ? ഇൻ, അറ്റ്, ഓൺ, ബൈ. ഓക്കെ, സോ ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്? ഇൻ, അറ്റ്, ഓൺ, ബൈ, ബിറ്റ്വീൻ, ഇൻ ഫ്രണ്ട് ഓഫ്, behind, under, below, over, above, across, through, to, into, towards, onto, and from. ഏതൊക്കെയാണ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആർ യു റെഡി? ഓക്കെ, ഷീ ലുക്സ് അറ്റ്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. ഷീ ലുക്സ് അറ്റ് ഹെർസെൽഫ് ഇൻ ദ മിറർ. ഷീ ലുക്സ് അറ്റ് herself in the mirror. Listen, how many
പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആർ യൂസ്ഡ് ഇൻ ദാറ്റ് സെൻറ്റൻസ്? എത്ര പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? രണ്ടെണ്ണം അല്ലേ? ഏതൊക്കെയാണ്? ആറ്റ് ആൻഡ് ഓൾസോ ഇൻ. അപ്പോൾ ഷീ ലുക്സ് ആറ്റ് ഹേർസെൽഫ് ഇൻ ദ മിറർ. അപ്പോൾ രണ്ട് പ്രിപ്പോസിഷൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കൂ അടുത്ത, ഷീ സാറ്റ് അറ്റ് ദ ടേബിൾ. എവിടെയാണ് ഇരിക്കുന്നത്? അറ്റ് ദ ടേബിൾ. അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, വാരണാസി ഈസ് ഓൺ ദി റിവർ ഗംഗേസ്. വാരണാസി എന്ന പ്ലേസ് ഏത് നദീതീരത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഓൺ ദി റിവർ ഗംഗെ. ഗംഗയുടെ തീരത്ത്. ഓൺ ദി റിവർ. കണ്ടോ, അവിടെ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദ ഹൗസ് ബൈ ദി ബ്രിഡ്ജ് ഈസ് മൈൻ. ദ ഹൗസ് ബൈ എന്ന് പറഞ്ഞാൽ നിയർ ടു. ബൈ ദ ബ്രിഡ്ജ് ഈസ് മൈൻ. കണ്ടോ, ബ്രിഡ്ജിൻ്റെ അരികിലുള്ള ഹൗസ് ആരുടേതാണ്? എൻ്റേതാണ്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രിപ്പോസിഷൻ ബൈ. നെക്സ്റ്റ്, ദ ടൗൺ ലൈസ് ഹാഫ് വേ ബിറ്റ്വീൻ. ഏതൊക്കെ ഇടയിലാണ്? ഡൽഹി ആൻഡ് ആഗ്ര. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ളതെന്ന് കാണിക്കാനാണ് ബിറ്റ്വീൻ. കണ്ടോ, ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ. നെക്സ്റ്റ്, he hung his umbrella behind the door. എവിടെയാണ് അംബ്രല്ല അവൻ തൂക്കി വെച്ചത്? ബിഹൈൻഡ് ദ ഡോർ. ഡോറിൻ്റെ പിന്നിൽ. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നിൽ അല്ലെങ്കിൽ ബാക്കിൽ. അടുത്തത്, ഷീ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ദ മാൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ. ഷീ സ്റ്റാർട്ടഡ് ആരോടാണ് സംസാരിക്കാൻ തുടങ്ങിയത്? ടു ദ മെൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ. അവളുടെ മുന്നിലുള്ള ആളിനോട് അല്ലേ? മുന്നിലുള്ള. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള. നെക്സ്റ്റ്, ദ കാറ്റ് ഈസ് അണ്ടർ ദ ചെയർ. ചെയറിൻ്റെ അടിയിലാണ് ആരിയിരിക്കുന്നത്? കാറ്റ്. അണ്ടർ. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ, എന്തിൻ്റെങ്കിലും താഴെ. സോ അണ്ടർ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ അതിൻ്റെ മീനിങ് എന്താ? താഴെ. നെക്സ്റ്റ്, ദ പ്ലെയിൻ ഈസ് ജസ്റ്റ് ബിലോ ദ ക്ലൗഡ്. താഴെ ഇവിടെ എന്ന് പറയുമ്പോൾ ബിലോ തൊട്ട് താഴെ. ജസ്റ്റ് ബിലോ എന്ന് പറയുമ്പോൾ തൊട്ട് താഴെ. ജസ്റ്റ് ദ പ്ലെയിൻ ഈസ് ജസ്റ്റ് ബിലോ ദ ക്ലൗഡ്. ബിലോ എന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദി കാർപ്പൻറ്റേഴ്സ് ആർ പെയ്ഡ് ഓവർ ₹900. ഓവർ. കണ്ടോ, ഓവർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഹി ടുക്ക് ദ റോഡ് എബവ് ദ മൗണ്ടൻ പാത്ത്. എന്തിൻ്റെ മുകളിലാണ് റോഡ്? എബവ് ദ മൗണ്ടൻ പാത്ത്. എബവ് മുകളിൽ. അടുത്തത്, ഹി സെയിൽഡ് എക്രോസ് ദ അറ്റ്ലാന്റിക്. എക്രോസ് ദ അറ്റ്ലാന്റിക്. ക്രോസ് ചെയ്യല്ലേ? ഹി സെയിൽഡ് എക്രോസ് ദ അറ്റ്ലാന്റിക്. എക്രോസ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നു. ഹി ഗ്ലാൻസ്ഡ് ത്രൂ ദ മാഗസിൻ. അതിലൂടെ എന്നുള്ള മീനിങ് ആണ് ത്രൂ. ഹി ഗ്ലാൻസ്ഡ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ്. ഹി ലുക്ക്ഡ് ത്രൂ ദ മാഗസിൻ. അവൻ മാഗസിനിലൂടെ എന്താണ് വായിച്ചിട്ട് കടന്നു പോയി എന്നുള്ള മീനിങ് ആണ് അവിടെ. അപ്പോൾ ത്രൂ എന്ന് പറഞ്ഞാൽ ഇടയിലൂടെ. അടുത്ത് നോക്കൂ, വി വെൻറ്റ് ടു സിംഗപ്പൂർ ലാസ്റ്റ് ഇയർ. വെൻറ്റ് ടു സിംഗപ്പൂർ. അല്ല, ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നു. ദേ വെൻറ്റ് ഇൻ ടു ദ ഗാർഡൻ. ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നു. ദ ഡോഗ് റാൻ ടുവാർഡ്സ് ദം. ടുവാർഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് അല്ലേ? ഡോഗ് ആരുടെ അടുത്തേക്കാണ് ഓടിയത്? ടു ദം, അവരുടെ. ടുവാർഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക്. ഐ സ്റ്റെപ്ഡ് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. ഓൺ ടു ദ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിലോട്ട് എന്നുള്ള മീനിങ്. ഓൺ ടു. ലാസ്റ്റ് വൺ, വാട്ട് ടൈം ഡസ് ദ ഫ്ലൈറ്റ് ഫ്രം ഡൽഹി അറൈവ്. കണ്ടോ, ഫ്രം എന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഡിവിഷൻ പറഞ്ഞു. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസും പ്രിപ്പോസിഷൻ ഓഫ് ടൈമും പറഞ്ഞു. ഇത് കൂടാതെ നമുക്ക് പ്രിപ്പോസിഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണ്? പ്രിപ്പോസിഷൻ കാൻസ് ഓൾസോ ബി യൂസ്ഡ് ഇൻ അതർ കോണ്ടെക്സ്റ്റ്. സം ഓഫ് ദം ഇൻക്ലൂഡ് ഫ്രം, ഓഫ്, ബൈ, ഓൺ, ഇൻ, ഓഫ്, ഔട്ട് ഓഫ്, ബൈ, അറ്റ് ആൻഡ് അബൌട്ട്. ഇത്തരം പ്രിപ്പോസിഷൻസും യൂസ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ഐ ആം ഫ്രം ഇറ്റലി. ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? ഇറ്റലിയിൽ. ഫ്രം, അവിടെ നിന്ന്. ഫ്രം ഇറ്റലി. ഹി ഈസ് എ ഗുഡ് ഓഫ് മൈൻഡ്.
ഐ ആം റീഡിങ് എ സ്റ്റോറി റിട്ടൺ ബൈ ഡിക്കൻസ്. ആരെഴുതിയ ബുക്കാണ് വായിക്കുന്നത്? ഡിക്കൻസ്. ബൈ ഡിക്കൻസ്. ഡിക്കനാൽ എഴുതപ്പെട്ട. ഇറ്റ് ഹാഡ് ദ ക്യുക്കർ ടു ഗെറ്റ് ദർ ഓൺ ഹോഴ്സ്. ഉണ്ടോ? ഹോഴ്സിൻ്റെ മുകളിൽ നിന്നുള്ളതിന് ഓൺ ഹോഴ്സ്. ഷീ ഗോട്ട് ഇൻ ദ കാർ. കാറിൻ്റെ ഉള്ളിലാണെന്ന് കാണിക്കുകയാണ് ഇൻ ദ കാർ. അടുത്തത് ഷീ ഗോട്ട് ഓഫ് ദ ബസ്. ഷീ ഗോ, അവിടെ ഓഫ് എന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ നോക്കൂ, ഷീ ഗോട്ട് ഔട്ട് ഓഫ് ദ ട്രെയിൻ. ഔട്ട് ഓഫ് എന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. their salaries were increased by 30%. by എത്ര പെർസെൻറ്റേജ് ആണ്? 30. by 30% ആണ്. ഈസ് ആസ് ഫിറ്റ് ആസ് എവർ ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 15. ഉണ്ടോ? അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അറ്റ് ദ ഏജ്. ഉണ്ടോ? ഏജിൻ്റെ മുന്നിൽ അറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാട്ട്സ് ദാറ്റ് ബുക്ക് എബൌട്ട്? ആ ബുക്ക് എന്തിനെ കുറിച്ചാണ്? എബൌട്ട്. എബൌട്ട് എന്തിനെ കുറിച്ചാണ് എന്നുള്ളൊരു മീനിങ്ങിലാണ് എബൌട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ വൊക്കാബുലറി സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വൊക്കാബുലറിയിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രേസൽ വേർബ്സ് ആണ്. എന്താണ് ഫ്രേസൽ വേർബ്സ്? ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ്, അല്ലെങ്കിൽ മോർ വേർഡ്സ്, അത് അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. ഫ്രേസൽ വേർബ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 or more വേർഡ്സ്. 2 വാക്കുകൾ തമ്മിൽ കൂടി ചേർന്നിട്ട് ആ വാക്കുകളുടെ അതേ മീനിങ് അല്ലാതെ വേറൊരു അർത്ഥമാണ് ഫ്രേസൽ വേർബിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക എന്നുള്ളതാണ് മീനിങ് അല്ലേ. അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ, ലുക്കപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ മുകളിലോട്ട് നോക്കുക എന്നല്ല മീനിങ് വരുന്നത്, മറിച്ച് സെർച്ച് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങാണ്. ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ഷണറിയിലൊക്കെ മീനിങ് ഒക്കെ റെഫർ ചെയ്യുക, അർത്ഥമൊക്കെ റെഫർ ചെയ്യുന്നതിനാണ് ലുക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, 2 വാക്കുകൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ആ വാക്കുകളുടെ അർത്ഥമല്ലാതെ മറ്റൊരു മീനിങ് ആ വേർഡിന്, ഫ്രേസിന് കൊടുക്കുന്നതാണ് ഫ്രേസൽ വേർബ്. എന്താണ് ഫ്രേസൽ വേർബ്? എ ഫ്രേസൽ വേർബ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 or more വേർഡ്സ് ദാറ്റ് ഹാസ് എനി ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ. അത് എങ്ങനത്തെയൊക്കെ വേർഡ്സ് ആവാം? ഒന്നെങ്കിൽ വെർബും ഒരു പ്രിപ്പോസിഷനും ആവാം, പിന്നെ അല്ലെങ്കിൽ വെർബും ഒരു ആഡ്വർബും കൂടി ചേർന്നതായിരിക്കാം ഫ്രേസൽ വേർബ്. അല്ലെങ്കിൽ എ വേർബ് ബോത്ത് ആൻ ആഡ്വേർബ് ആൻഡ് പ്രിപ്പോസിഷൻ. ഒരു വേർബും അതിനോട് കൂടി ആഡ്വേർബും പ്രിപ്പോസിഷനും കൂടി ചേർന്നതായിരിക്കാം എന്ത്? ഫ്രേസൽ വേർബ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ 3 കോമ്പിനേഷനിലാണ് ഫ്രേസൽ വേർബ് കണ്ടുവരുന്നത്. ഒന്ന് വെർബും ഒരു പ്രിപ്പോസിഷനും കൂടെ. ഇപ്പോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കുക അല്ലേ. ഫോർ, അതിനോട് കൂടി ഫോർ എന്ന പ്രിപ്പോസിഷനും കൂടി ചേർന്ന് ലുക്ക് ഫോർ എന്ന ഫ്രേസൽ വേർബ് ഉണ്ടാകുന്നു. പിന്നെ ഒരു വേർബും ഒരു ആഡ്വേർബും കൂടെ കൂടിച്ചേരുന്നത്, അതേപോലെ വെർബിനോട് കൂടി ആഡ്വേർബും പ്രിപ്പോസിഷനും കൂടി ചേർന്നത്, അതാണ് ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് എന്ന വേർബ്, ഫോർവേഡ് എന്ന അഡ്ജക്റ്റീവ് വേർബ്, ടു എന്ന പ്രിപ്പോസിഷൻ. അങ്ങനെ ഈ 3 കോമ്പിനേഷനിലാണ് ഫ്രേസൽ വേർബ് ഫോം ചെയ്യൽ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ലുക്ക് അപ്പ്. ലുക്ക് അപ്പ് എന്താണ് അതിൻ്റെ മീനിങ്? ഞാൻ പറഞ്ഞു, 2 വേർഡുകൾ കൂടിച്ചേർന്ന് മറ്റൊരു മീനിങ് തരുന്നതാണ് ഫ്രേസൽ വേർബ്. അപ്പം നമ്മൾ ഒരിക്കലും ലുക്കപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ വേർഡിൻ്റെ അതേ മീനിങ് എടുക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഫ്രേസൽ വേർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥമായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താണ്, ബൈ ഹാർട്ട് ചെയ്യേണ്ടത് തന്നെയുണ്ട്. നമ്മുടെ ഡെയിലി വൊക്കാബുലറിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഫ്രേസൽ വേർബ് പഠിക്കാനുള്ള ഒരു നല്ലൊരു മാർഗം. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് ലുക്കപ്പ്? ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, കൺസൾട്ട് എ റെഫറൻസ് ബുക്ക് സച്ച് ആസ് ഡിക്ഷണറി. ഇപ്പോൾ നമ്മൾ ഡിക്ഷണറിയിലൊക്കെ എന്താണ് ഒരു വേർഡ് റെഫർ ചെയ്യുക, അതിൻ്റെ മീനിങ് കണ്ടെത്തുക, അതിനാണ് ലുക്കപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ജോൺ പ്ലീസ് ലുക്കപ്പ് ദിസ് വേർഡ് ഇൻ എ ഡിക്ഷണറി. എന്താണ് ജോണിനോട് പറയുന്നത്? പ്ലീസ് ലുക്കപ്പ് ദിസ് വേർഡ് ഇൻ എ ഡിക്ഷണറി. ഈ വേർഡ് ഡിക്ഷണറിയിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ അല്ലേ. അടുത്ത നോക്കൂ, അടുത്ത ഫ്രേസൽ വേർബാണ് ലുക്ക് ഫോർ. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സീക്ക്, തേടുക, അല്ലെങ്കിൽ സെർച്ച്, കണ്ടെത്തുക. അതിനാണ് നമ്മൾ ലുക്ക് ഫോർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ,
ദേ ഹെൽപ്ഡ് ഹെർ ലുക്ക് ഫോർ ഹെർ റിങ്. അവളുടെ റിങ് സെർച്ച് ചെയ്യാൻ, ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ, സെർച്ച് ചെയ്യാൻ അവർ അവളെ ഹെൽപ്പ് ചെയ്തു അല്ലേ. ദേ ഹെൽപ്ഡ് ഹെർ, അവരവളെ ഹെൽപ്പ് ചെയ്തു. എന്തിന്? ലുക്ക് ഫോർ. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാൻ. എന്ത് സെർച്ച് ചെയ്യുക, കണ്ടെത്താനാണ്? ഫോർ ഹെർ റിങ്, അവളുടെ റിങ് കണ്ടെത്താൻ. അടുത്തതാണ് ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് ടു അതായത് മുൻകൂട്ടി നമ്മൾ കാണുക. എക്സ്പെക്ട് സംതിങ് വിത്ത് പ്ലഷർ, നമ്മൾ ഒരു കാര്യത്തെ മുൻകൂട്ടി കാണുക. വി ലുക്ക് ഫോർവേഡ് ടു യുവർ കമ്മിങ്. എന്താണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്? വി ലുക്ക് ഫോർവേഡ് ടു യുവർ കമ്മിങ്, ഞങ്ങൾ നിൻ്റെ വരവിനെ എന്താണ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അല്ലേ. അടുത്ത എക്സാമ്പിളാണ് കം അപ്പാർട്ട്. കം അപ്പാർട്ട് എന്താണ്? സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുക. അതിനെയാണ് നമ്മൾ കം അപ്പാർട്ട് എന്ന് പറയുന്നത്. ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം കം അപ്പാർട്ട് ഇഫ് യു പുൾ ഹാർഡ്. എന്താണ്? നിങ്ങൾ വലിക്കുകയാണ്, നന്നായിട്ട് വലിക്കുകയാണെങ്കിൽ എന്താ, നമുക്ക് ടോപ്പും ബോട്ടവും സെപ്പറേറ്റ് ചെയ്യാം. അടുത്താണ് കം ഡൗൺ വിത്ത്. കം ഡൗൺ വിത്ത് എന്ന് പറഞ്ഞാൽ ബിക്കം സിക്ക്, നമ്മൾ എന്താ വയ്യാത്തൊരവസ്ഥ അല്ലേ, ഇൽനെസ്, രോഗമായൊരവസ്ഥ, ബിക്കം സിക്ക്. കം ഡൗൺ വിത്ത് എന്നാൽ ബിക്കം സിക്ക്. മൈ ഫ്രണ്ട് കെയിം ഡൗൺ വിത്ത് ഹൈ ഫീവർ ദിസ് വീക്കെൻഡ്. എൻ്റെ ഫ്രണ്ടിന് എന്താണ് ഈ ആഴ്ച എന്തുണ്ടായിരുന്നു? ഹൈ ഫീവർ ഉണ്ടായിരുന്നു അല്ലേ, സിക്കായിരുന്നു. ബിക്കം കെയിം ഡൗൺ വിത്ത് സിക്ക്, വിത്ത് എന്താണ്? ഹൈ ഫീവർ. അടുത്ത കം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരിക എന്നുള്ളൊരർത്ഥമാണ്. അല്ലെങ്കിൽ എന്താണ്? എവിഡൻസ് കൊടുക്കുക, തെളിവ് കൊടുക്കുക എന്നുള്ള രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന്, ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് ഇറങ്ങി വരിക. രണ്ടാമത്തത് ഗീവ് എവിഡൻസ്, തെളിവ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ തെളിവ് കൊടുക്കുക എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ്, അർത്ഥം വെച്ചിട്ടാണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ദ വുമൺ കെയിം ഫോർവേഡ് വിത്ത് ഹെർ കസിൻസ് ഫിംഗർ പ്രിൻറ്റേഴ്സ്. എന്താണ്? വുമൺ അവളുടെ കസിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ത് കൊടുത്തു അല്ലേ, തെളിവായിട്ട് കൊടുത്തു.